വോട്ടർ ലിസ്റ്റിൽ പേരില്ലാത്തവർക്ക് എങ്ങനെയാണ് പുതിയതായി വോട്ടർ ലിസ്റ്റിൽ പേര് ചേർക്കുന്നതിന് വേണ്ടി ആപ്ലിക്കേഷൻ സമർപ്പിക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ നോക്കാനായിട്ട് പോകുന്നത്. നിലവിൽ 18 വയസ്സ് പൂർത്തിയായ നിലവിൽ മറ്റു സ്ഥലങ്ങളിലെ വോട്ടർ ലിസ്റ്റിൽ പേര് ചേർത്തിട്ടില്ലാത്ത ഏതൊരാൾക്കും ഇത്തരത്തിൽ അവരുടെ പേര് വോട്ടർ ലിസ്റ്റിൽ ചേർക്കാവുന്നതാണ്. ഇപ്പോൾ നമുക്ക് ഈ ഒരു പ്രോസസ്സ് കംപ്ലീറ്റ് ഓൺലൈനായിട്ട് തന്നെ സ്വന്തമായിട്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മൾ ഇതിനു വേണ്ടി ആദ്യമായിട്ട് നമ്മുടെ ബ്രൗസർ ഒന്ന് ഓപ്പൺ ചെയ്ത് കൊടുക്കുക. ശേഷം ഇവിടെ സെർച്ച് ബാറിൽ വോട്ടേഴ്സ് സർവീസ് പോർട്ടൽ എന്ന് ടൈപ്പ് ചെയ്ത് ഒന്ന് സെർച്ച് ചെയ്ത് കൊടുക്കുക. ശേഷം നമുക്കിവിടെ സെർച്ച് റിസൾട്ട് ഇതുപോലെ വന്നിട്ടുണ്ടായിരിക്കും. അതിൽ ഒന്നാമത്തെ റിസൾട്ട് തന്നെ നമുക്ക് കാണാം, വോട്ടേഴ്സ് സർവീസ് പോർട്ടൽ എന്നുള്ളത്. അപ്പോൾ നമ്മൾ ആ ഓപ്ഷനിലൊന്ന് എൻ്റർ ചെയ്ത് കൊടുക്കുക. ശേഷം നമ്മൾ ഈ ഒരു ഇൻ്റർഫേസിലോട്ടായിരിക്കും വന്നിട്ടുണ്ടായിരിക്കുക. ഇവിടെ മുകൾ ഭാഗത്തായിട്ട് ലോഗിൻ ആൻഡ് സൈൻ അപ്പ് എന്നിങ്ങനെയുള്ള 2 ഓപ്ഷൻസ് നമുക്ക് കാണാം. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ട് ഓപ്പൺ ചെയ്യുന്നവരാണെങ്കിൽ ഇവിടെയുള്ള സൈൻ അപ്പ് എന്നുള്ള ഈ ഒരു ബട്ടണിലൊന്ന് പ്രസ് ചെയ്തുകൊണ്ട് ഒന്ന് സൈൻ അപ്പ് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ നമ്മൾ സൈൻ അപ്പ് എന്നുള്ള ബട്ടണിൽ എൻ്റർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഇതുപോലൊരു ഇൻ്റർഫേസിലോട്ടായിരിക്കും വന്നിട്ടുണ്ടായിരിക്കുക. ഇവിടെ മൊബൈൽ നമ്പർ എൻ്റർ ചെയ്ത് അതിനുശേഷം താഴെയുള്ള ആ ഒരു കോളത്തിൽ ഇമെയിൽ അഡ്രസ്സ് ചോദിക്കുന്നുണ്ട്. അത് ഓപ്ഷണലാണ്, വേണമെന്നുള്ളവർക്ക് എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം താഴെ ഒരു ക്യാപ്ച കോഡ് കൊടുത്തിട്ടുണ്ട്. അത് അതിന് താഴെയുള്ള ആ ഒരു കോളത്തിലൊന്ന് കറക്റ്റായിട്ട് അതുപോലെ തന്നെ എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം കണ്ടിന്യൂ എന്നുള്ള ബട്ടണിലൊന്ന് പ്രസ് ചെയ്തുകൊണ്ട് നമ്മുടെ മൊബൈൽ നമ്പറിലേക്ക് വരുന്ന ഒരു OTP കോഡ് വെരിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സൈനപ്പ് പ്രോസസ്സ് കംപ്ലീറ്റ് ആകുന്നതാണ്. അപ്പോൾ അതിനുശേഷം നമ്മളിവിടെ ലോഗിൻ ചെയ്യുന്നതിന് വേണ്ടി ലോഗിൻ എന്നുള്ള ഈ ഒരു ബട്ടണിലൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ശേഷം ഇവിടെ താഴെ മൊബൈൽ നമ്പർ എന്നുള്ള ഭാഗത്ത് നമ്മുടെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടായിരുന്ന ആ ഒരു മൊബൈൽ നമ്പർ അതുപോലെ നമ്മളൊന്ന് എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം താഴെയുള്ള ആ ഒരു ക്യാപ്ച കോഡ് അതിന് താഴെയുള്ള ആ ഒരു കോളത്തിൽ അതുപോലെ കറക്റ്റായിട്ടൊന്ന് എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇവിടെ താഴെയുള്ള റിക്വസ്റ്റ് OTP എന്നുള്ള ഈ ഒരു ബട്ടണിലൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അതോടുകൂടെ നമ്മുടെ മൊബൈൽ നമ്പറിലേക്ക് നമുക്കൊരു OTP കോഡ് SMS ആയിട്ട് ലഭിക്കുന്നതായിരിക്കും. ഇപ്പോൾ നമ്മുടെ മൊബൈൽ നമ്പറിലേക്ക് വന്നിട്ടുള്ള ആ ഒരു SMS OTP കോഡ് ഇവിടെ കറക്റ്റായിട്ടൊന്ന് നമ്മൾ എൻ്റർ ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ നമ്മൾ ആ ഒരു OTP കോഡ് ഇവിടെ എൻ്റർ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇവിടെ താഴെയുള്ള വെരിഫൈ ആൻഡ് ലോഗിൻ എന്നുള്ള ഈ ഒരു ബട്ടണിലൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ശേഷം നമ്മൾ ഇതുപോലെ ഒരു ഇൻ്റർഫേസിലോട്ടായിരിക്കും വന്നിട്ടുണ്ടായിരിക്കുക. ഇപ്പോൾ ലോഗിൻ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ മുകൾ ഭാഗത്ത് നമ്മുടെ പേര് നമുക്ക് കാണാം. ശേഷം ഇനി നമുക്ക് നമ്മുടെ ഒരു പുതിയ വോട്ടറുടെ രജിസ്റ്റർ ചെയ്യുന്നതിന് വേണ്ടി ഇവിടെയുള്ള ഫോംസ് എന്നുള്ള സെക്ഷനിലോട്ട് വരിക. ഇവിടെ താഴോട്ട് വന്നു കഴിഞ്ഞാൽ ന്യൂ വോട്ടർ രജിസ്ട്രേഷൻ ഫിൽ ഫോം 6 എന്നുള്ളത് കാണാം. അപ്പോൾ നമ്മൾ ഫിൽ ഫോം 6 എന്നുള്ള ബട്ടണിലൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ശേഷം നമ്മൾ ഇതുപോലെ ഒരു ഇൻ്റർഫേസിലോട്ടായിരിക്കും വന്നിട്ടുണ്ടായിരിക്കുക. അപ്പോൾ പുതിയ വോട്ടറുടെ രജിസ്റ്റർ ചെയ്യാനുള്ള സ്റ്റെപ്സ് ഇവിടെ ഇടതുവശത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എന്തൊക്കെയാണ് സ്റ്റെപ്സ് എന്നുള്ളതൊന്ന് നോക്കുക ആദ്യം. ശേഷം ഇവിടെ വലതുവശത്ത് ലാംഗ്വേജ് സെലക്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ നമുക്ക് അതിൽ നിന്നും നമുക്ക് ഇഷ്ടമുള്ള ലാംഗ്വേജ് സെലക്ട് ചെയ്യാവുന്നതാണ്. മലയാളം ഒക്കെ ഉൾപ്പെടുന്നുണ്ട്. അപ്പോൾ ഞാനിവിടെ ഇംഗ്ലീഷ് തന്നെയാണ് സെലക്ട് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഞാനിവിടെ ഇംഗ്ലീഷ് സെലക്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ശേഷം നമുക്ക് നമ്മുടെ ഫോം ഫില്ല് ചെയ്യുന്ന പ്രോസസ്സ് ആരംഭിക്കാം.